ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീപസിക്കർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡിസൈനർ ബ്ലൗസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, ലൈനിങ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ 1.5 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്ക് സൈഡ് മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്ലോത്തിലല്ല, ഒരു പാറ്റേൺ പേപ്പറിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാറ്റേൺ പേപ്പർ വിരിച്ചെടുത്ത ശേഷം നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കേണ്ടത് മേലെ ഒരു അര ഇഞ്ചിൽ നമുക്ക് മേലെ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഷോൾഡർ മേലെ തയ്ച്ചു പോകുമ്പോൾ ഒരു അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ആ ഒരു പോർഷനാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് താഴേക്ക് വേണം, ഈ ലൈനിന് താഴേക്ക് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നെക്സ്റ്റ് വേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ഞാൻ 14.5 ഇഞ്ചിലാണ് ബാക്ക് സൈഡിൽ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൽ നമ്മുടെ ഡിസൈനിൻ്റെ ഇത് വെച്ചിട്ട് അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ 14.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഈക്വലായിട്ട് തന്നെ മെഷർമെൻറ്റ്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ക്ലോത്തിലേക്ക് നമ്മൾ പാറ്റേൺ പേപ്പർ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോൾ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് മുന്നേ നമുക്ക് ആദ്യം ഷോൾഡർ എത്രയാണെന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ നമുക്ക് ഇവിടെ വരുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആം ഹോൾ നമ്മുടെ ചെസ്റ്റ് വരുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ ബൈ 6, അതായത് 38/6 എന്ന് പറയുമ്പോൾ 6.33 ആണ് വരിക. ആ 6.33 നമ്മളിവിടെ താഴേക്ക് മാർക്ക് ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ മാർക്ക് ചെയ്തപ്പോഴേ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചല്ലോ ലൈൻ, അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്ത് അതിൻ്റെ താഴേക്ക് വേണം നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ചെസ്റ്റാണ്. ചെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണ്ടത് 38 ഇഞ്ചസാണ് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതായത് 38/4 ചെയ്യാം. അപ്പോൾ 9.5 ഇഞ്ച് വരും. ഇനി നമുക്ക് മാർജിനും കൂടി ഇടണം, സീം അലവൻസ്. അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് നമുക്കിവിടെ ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് നമ്മളിവിടെ മേലേക്ക് ആം ഹോളിൻ്റെ കോർണർ സൈഡിൽ വരച്ചെടുക്കാം. ഇനി നമ്മുടെ ആം ഹോളിൽ ലൈൻ താഴേക്ക് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് റാ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇതുപോലെ ആം ഹോളിൻ്റെ ആ കർവ് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 31 ഇഞ്ചാണ് വരുന്നത്. 31 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 7.75 ആണ് വരുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി 1.5 ഇഞ്ച് നമ്മൾ മാർജിനും കൂടി ഇടാണ്. നമുക്ക് സൈഡ് ഒന്ന് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് റെഡി ഷോൾഡർ വേണ്ടത് 2 ഇഞ്ചാണ് വേണ്ടത്. അതിൽ ഇപ്പോൾ ഷോൾഡർ 6 ഇഞ്ചിൽ 3 ഇഞ്ച് നെക്ക് എടുത്ത് ബാക്കി 3 ഇഞ്ചിൽ 1 ഇഞ്ച് 2 സൈഡിലും തയ്ച്ച് പോവും. അങ്ങനെ 2 ഇഞ്ചാണ് റെഡി ഷോൾഡർ വേണ്ടത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് ഞാനിവിടെ റൗണ്ട് നെക്കല്ല വയ്ക്കുന്നത്, ഇവിടെ എനിക്ക് ബെൽറ്റാണ് വേണ്ടത്. അപ്പോൾ ബെൽറ്റിന് ഞാനിവിടെ എനിക്കൊരു ഏകദേശം 3.25 ഇഞ്ചോളം മതി. അപ്പോൾ ഒരു 4.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 4 ഇഞ്ച് കൂടെ വെക്കുമ്പോൾ ഒരു 3.25 ഇഞ്ചോളം അതിൻ്റെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബെൽറ്റ് വെക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങളവിടെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആ ബെൽറ്റിൻ്റെ പോയിന്റിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്തിട്ടാട്ടോ അത് വരച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ്റെ നേർപകുതി നമ്മളിതുപോലെ ടേപ്പ് വെച്ചിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നേർപകുതി മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതൊന്നൊരു റാ ഷേപ്പിലാക്കി എടുക്കണം. അതായത് വഞ്ചിയുടെ ഷേപ്പിൽ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ ഇങ്ങനെ എന്താ പറയുക, കോൺ ടൈപ്പ് ഷേപ്പിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചിൽ ഞാനിവിടെ
മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഞ്ചിയുടെ ഷേപ്പ് കണ്ടിട്ടില്ല, അതുപോലെ ഇങ്ങനെ വളച്ച് വരച്ചെടുക്കുക. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോർഷൻ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ഭാഗം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നെക്ക് ഞാൻ ഓൾറെഡി 3 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത്, അതായത് ഡീപ്നെസ് ഒരു 3 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. അവിടെ ബോട്ട് നെക്കാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ബോട്ട് നെക്കിന് ഒരുപാട് ഡീപ്പായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം സ്ക്വയറാക്കി ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് നെക്കിന് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ഇങ്ങനെ കുഴിച്ച് റൗണ്ട് വരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കയറ്റി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നെക്ക് വരുന്നത്. ഇനി ഒരു ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നൊരു അതായത് ഈ സ്കെയിലിൻ്റെ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിലിപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ വിഡ്ത്ത് വരും. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ അളവ് വേണ്ടത് അതിനനുസരിച്ച്, ഞാനിപ്പോൾ ഇതൊരു നല്ല വൈഡായിട്ടാണ് നെക്ക് എടുക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു ഇത്രയും സ്പേസിലാണ് ഞാൻ വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ട് നെക്കിൻ്റെ ഈ പോയിൻറ്റിൽ നിന്ന് അവിടേക്ക് വെക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്നെസ് കുറവ് മതിയെങ്കിൽ കുറച്ചും കൂടി കയറ്റി വെച്ച് സ്കെയിൽ വരച്ചെടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ നമ്മൾ പകുതി എടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡീപ്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് കയറ്റിയിട്ടാണ് വരച്ചെടുക്കുന്നത്. കുറച്ചും കൂടി നിങ്ങൾക്ക് അതായത് വട്ടം കുറവ് മതിയെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ഷേപ്പ് ഇറക്കി നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഉൾഭാഗം കട്ട് ചെയ്തെടുക്കാം. ഉൾഭാഗം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോട്ട് നെക്ക് നമ്മളാദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ മേലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വേണം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ താഴത്തെ ഭാഗം അവസാനം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മേൽ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മേലത്തെ ഭാഗം ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഈ ഫാബ്രിക്കിൻ്റെ ഈ ഒരു അറ്റത്തെ ഭാഗം നമുക്ക് ഓൾറെഡി കട്ട് വർക്ക് വരുന്നതാണ്. പിന്നെ ഞാൻ മേലത്തെ ഭാഗത്ത് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കട്ട് വർക്ക് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫാബ്രിക് ഇതുപോലെ വെച്ച് നോക്കാം, നമുക്ക് സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ബ്ലൗസിൻ്റെ ബാക്കിൽ റൈറ്റ് സൈഡാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗം നമുക്കിനി ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് മടക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കട്ട് വർക്ക് എക്സാക്ട്ലി കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ ദേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ആ കട്ട് വർക്ക് പോവും. അപ്പോൾ അവിടെ മടക്കി തയ്ക്കേണ്ട ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ കട്ട് വർക്ക് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനും വേണ്ടി ഞാനിതിൽ ചോക്ക് കൊണ്ട് വരയ്ക്കാൻ നോക്കിയപ്പോൾ ഇത് നെറ്റ് ഫാബ്രിക് അല്ലേ, ഇത് തെളിയണില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ പിന്നെൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക. അപ്പോൾ ഈ അറ്റത്തെ ഭാഗം ഇങ്ങനെ നമുക്ക് നെക്ക് വരും. മേലെ നമ്മുടെ ബോട്ടിനൊക്കെ താഴെ ഇതുപോലെ ലെഫ്റ്റിൽ നമ്മുടെ ആം ഹോൾ. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അടുത്ത സൈഡും കൂടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഞാൻ ഈ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു വശം കൂടി നമുക്ക് നല്ല വശം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് നമുക്ക് വെച്ചിട്ട് അടുത്ത ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലുള്ള മേൽഭാഗം ഇതുപോലെ ആയിരിക്കും വരിക. ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ഭാഗം ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 2 പീസസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, മേലത്തെയും താഴത്തെയും. അത് രണ്ടും ഇതുപോലെ ഒപ്പം വെച്ച് എടുക്കുക. ഒപ്പം വെച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു താഴത്തെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു 2 പീസ് ഇതുപോലെ ഇവിടെ വെച്ചാൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് തരാം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനാദ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ഭാഗത്ത് നമുക്ക് ആ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കട്ട് വർക്കിൻ്റെ ആവശ്യമില്ല. താഴത്തെ ഭാഗത്ത് നമുക്ക് നോർമലി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബാക്ക് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വരാമെന്നൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് സൈഡ് തയ്ച്ച് വരുമ്പോൾ വരിക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മേലത്തെ ഭാഗത്ത് ഞാൻ ലൈനിങ് വെക്കണില്ല, താഴത്തെ ഭാഗത്ത് മാത്രം ലൈനിങ് വെക്കണുള്ളൂ. അപ്പോൾ ഞാൻ താഴത്തേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. താഴത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒപ്പം വെച്ച് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ലൈനിങ് വെച്ച് ഞാൻ 4 അരികും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറിച്ചടിക്കൊന്നും ചെയ്യരുത്, ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ, ആ നടുഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കാരണം നമുക്ക് അവിടെ ഹുക്സ് വെക്കണം. ബാക്ക് ഓപ്പൺ ആണ് നമ്മുടെ ബ്ലൗസ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ ഹുക്സ് വെക്കാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ മേൽഭാഗത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് ക്ലോത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ക്ലോത്ത് എടുത്ത് വയ്ക്കുക, നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വരും. അപ്പോൾ 2 മടക്ക് വരുന്ന രീതിയിൽ നമ്മളിത് വയ്ക്കാം. വെച്ച ശേഷം നമുക്ക് മേലെ വരച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്കിതുപോലെ മേലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നെക്ക് മടക്കി അടിക്കുന്ന സമയത്ത് ശരിയാവില്ല. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ക്ലോത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് ചെറുത് എത്ര 1 ഇഞ്ചിൽ നമുക്ക് താഴോട്ട്
ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിതുപോലെ വെച്ച് മടക്കി അടിച്ച് ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല വശത്ത് ഇതുപോലെ 1/4 ഇഞ്ചിൽ മേലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറച്ച് മടക്കി അടിക്കുക. എന്നിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ ക്ലോത്തിൻ്റെ 2 ഭാഗം നമുക്ക് കാണാൻ പറ്റും ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേൽഭാഗം ഞാനിതുപോലെ വീണ്ടും ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് മടക്കി ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബെൽറ്റിൻ്റെ നടുഭാഗത്ത് നമുക്ക് മടക്കി അടിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ മടക്കി അടിക്കുന്നതിന് മുന്നേ നമുക്ക് താഴെ നമുക്ക് മടക്കി അടിക്കണം. എന്നിട്ട് വേണം ബെൽറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ താഴെ മടക്കി അടിക്കാനായിട്ട് ലൈനിങ്ങിൽ നിന്ന് ഞാനൊരു 2 ഇഞ്ച് വിഡ്ത്തിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ഇഞ്ചിൽ മടക്കി എടുക്കാം. മടക്കി എടുത്തിട്ട് താഴത്തെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കി നമുക്ക് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ താഴത്തെ ഭാഗം ഞാൻ മടക്കി അടിച്ചപ്പോൾ അരികത്തായിട്ടല്ല അടിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഈ ബെൽറ്റിൻ്റെ അതായത് ബാക്ക് ഓപ്പൺ ആണല്ലോ, ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഓൾറെഡി ലൈനിങ്ങിൽ നിന്ന് ഒരു 3 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ 2 ആക്കി മടക്കി. അപ്പോൾ ഇത് ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിലെ പാർട്ടാണ്. ഇതുപോലെ മടക്കി 1/4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. റൈറ്റ് സൈഡിലാണ്, അതായത് ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഹുക്കുകൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ താഴത്തെ ഈ ഭാഗം തുടങ്ങുമ്പോൾ ഇതുപോലെ നമ്മൾ അരഞ്ച് മടക്കി ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ട് അത് മടങ്ങിയിരിക്കും മറിച്ചടിക്കുമ്പോൾ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ക്ലോത്ത് ഫുൾ ഉള്ളിലേക്ക് ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹുക്സ് വെക്കേണ്ടത്.
ഇപ്പോൾ നമ്മൾ മടക്കി അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കാണുന്നില്ല. ഇനി ബ്ലൗസിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. അതിന് ശേഷം നെറ്റ് ഫാബ്രിക്കിൻ്റെന്ന് നമുക്കൊരു 3 ഇഞ്ച് തന്നെ വീണ്ടും എടുത്തിട്ട് നമുക്കിതുപോലെ ഇപ്പോൾ നല്ല വശത്തേക്കല്ല ചീത്ത വശത്തേക്ക് നമ്മൾ മടക്കി എടുത്തിട്ട് മടക്കി അടിക്കണം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മേലത്തെ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം, അതായത് ചീത്ത വശത്താണ് ഈ ക്ലോത്തിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബെൽറ്റ്, അതായത് ബ്ലൗസിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ ബെൽറ്റിന് എത്ര ലെങ്ത്തിൽ ഈ ക്ലോത്ത് വേണം നോക്കാം. മേലെ ഇതുപോലെ സ്റ്റിച്ച് വെച്ചിട്ട് താഴത്തേക്ക് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് അതും ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാം. മറിച്ചെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലൗസിൻ്റെ ബെൽറ്റ് സൈഡിൽ ഇതുപോലെ ഇതിങ്ങനെ വെച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്ത് എടുക്കുക. അത് 3 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ എടുക്കുക. ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ തുണി കുറച്ച് കയറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ 4 ഇഞ്ചിൽ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ടാണ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുളത്ത് വെച്ചെടുത്താലും ഓപ്പൺ ചെയ്യുമ്പോൾ ആ നെറ്റിൻ്റെ ഫാബ്രിക് തന്നെയാണ് നമുക്കുള്ളിൽ കാണാൻ പറ്റുക. അപ്പോൾ അത് കാരണം ഒരു വൃത്തികേട് നമുക്കവിടെ ഫീൽ ചെയ്യില്ല. ഇനി ബാക്ക് സൈഡ് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ വെച്ച് നോക്കിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് മേലെയും താഴെയും നിങ്ങൾ ഹുക്സ് വെച്ചെടുക്കണം. പിന്നെ ഈ 2 സൈഡും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ബാക്ക് നമ്മുടെ വരാം. നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരിക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെയും മേലെ ഹുക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് വലിയുമ്പോൾ കൂടി നമുക്കൊരു വൃത്തികേട് തോന്നുന്നില്ല, കാരണം നമ്മുടെ ഉള്ളിൽ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ ഹുക്സ് ഞാൻ നല്ലപോലെ ഉള്ളിലേക്കായിട്ടാണ് തുന്നിയിരിക്കുന്നത്, പുറത്തേക്ക് കാണുന്നില്ല. പിന്നെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ കോളത്തുകൾ തുന്നിയിട്ടുള്ളത്, അത് കാരണം അത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹുക്സ് ഈ കുളത്തുകളിൽ ഇട്ടാൽ കൂടി
നമ്മുടെ ദേഹത്ത് ഇട്ടിട്ട് സ്ട്രെച്ച് ചെയ്താൽ കൂടി നമ്മുടെ ഉള്ളിൽ സെയിം ഫാബ്രിക് വെച്ച കാരണം ആ ഒരു വൃത്തികേട് നമുക്കറിയില്ല. ഇനി നമ്മൾ ചെയ്തത് മേലെ നമ്മൾ ഹുക്സ് വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ കൂടി അത് പൊട്ടി വീഴോ അല്ലെങ്കിൽ വലിഞ്ഞിട്ട് നാശമാവുകയോ ചെയ്യില്ല. കാരണം അവിടെ നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഹുക്സ് തുന്നിയിട്ടുള്ളത്. ഇതുപോലെ ഉള്ളിലേക്കായിട്ട് അതിൻ്റെ കുളത്തും വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് കാണുന്നില്ല. കാരണം അത്രയും നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇട്ടാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്താം. ഇനി ഈ ഫുൾ ബ്ലൗസ് വീഡിയോ ഞാൻ പാർട്ടായിട്ടിടാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.